ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ഇങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ, റേഡിയോയിലൂടെ വാർത്തകൾ അറിഞ്ഞിരുന്ന ഒരു കാലം. ഇന്നിപ്പോൾ അവിടെ നിന്നൊക്കെ എത്രയോ മുന്നോട്ട് പോയില്ലേ. ഇവളെന്തിനപ്പം ഇതിവിടെ പറയുന്നതെന്നല്ലേ, ചുമ്മാ ഒരു രസം, വെറുതെ പറയാൻ തോന്നി. കെട്ടിയനും കുട്ടികളൊക്കെ ജോലിക്കും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ പണി. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇവൾ കുറേ പഠിച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിക്കൂടെ, എന്തിനാ ഇങ്ങനെ ടൈം വെറുതെ പോക്കുന്നതെന്നൊക്കെ. ജോലി ഉണ്ടായിരുന്നു കേട്ടോ, വേണ്ടാന്ന് വെച്ചത് ഞാൻ തന്നെയാണ്. ജോലിയും കുടുംബവും കുട്ടികളും ഒക്കെ കൂടെ ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടാന്ന് തോന്നിയപ്പോൾ ജോലി വേണ്ടാന്ന് വെച്ചു. ഇനി ഒരിക്കലും പോയില്ല എന്നല്ല കേട്ടോ, സാഹചര്യം ഒത്തു വന്നാൽ ഇനിയും പോവും. ചെറിയ കുട്ടികളെ സ്കൂളിൽ വിടുന്നവരെ ഒരു മുഴുവൻ ദിവസം കിട്ടിയാലും തികയാത്ത പോലെയായിരുന്നു എനിക്ക്. ഫിസിക്കലി ആൻഡ് മെൻ്റലി വളരെയധികം വീക്കായി പോയൊരു സമയമായിരുന്നു. ബട്ട് അവർ സ്കൂളിൽ പോയി തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് വല്ലാതെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു തുടങ്ങി. അതവർ തിരിച്ചു വരുന്ന സമയം വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ടാത്ത ഓരോന്നൊക്കെ ചിന്തിച്ച് സമയം പോക്കും. എന്നെ എല്ലാവരും മറന്നു പോയോ എന്നൊക്കെ ഒരു തോന്നലാണ്. അങ്ങനെ മറക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ അല്ലേ. അപ്പം ഞാനെന്നൊരു വ്യക്തി ഇവിടെ തന്നെ ഉണ്ട് എന്ന് ആരെയൊക്കെയോ ബോധിപ്പിക്കണം എന്ന് തോന്നി, അല്ലെ ആരെയൊക്കെയോ അറിയിക്കണം എന്ന് തോന്നി. അതിന് വേണ്ടിയാണ് ഇൻസ്റ്റയിലും FBയിലൊക്കെ പോസ്റ്റ് ഇടാൻ തുടങ്ങിയത്. ആരൊക്കെയോ എന്നെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഒന്നുകൂടെ ഉത്സാഹം കൂടി. അതാണിപ്പോൾ നിങ്ങൾ റീലായും പോസ്റ്റായും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെപ്പോലെയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ ഒരു കമൻ്റൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടേന്ന്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിള്ളേർ സ്കൂൾ വിട്ട് വരുന്നത് വരെ എനിക്കിങ്ങനെ ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുള്ളൂ എന്ന്. ഇതേ വന്ന് കയറിയത് തന്നെ പരാതിയായിട്ടാണ്. അവൾ എനിക്ക് ഇരിക്കാൻ സ്ഥലം തന്നില്ല, ഡോറ് തുറന്നപ്പോൾ ആദ്യം അവൾ കയറി, എന്നെ കയറാൻ സമ്മതിച്ചില്ല. പരാതിയുടെ ഒരു കെട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം.